ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. ബേക്കറി സ്റ്റൈൽ ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല എളുപ്പത്തിൽ നമുക്കത് വീട്ടിൽ തന്നെ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 250 ഗ്രാം പൊടിച്ച പഞ്ചസാര, 250 ഗ്രാം മൈദ, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, 5 മുട്ട, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, വാനില എസൻസ് 1 ടീസ്പൂൺ, 250 ഗ്രാം ബട്ടറും വേണം. 200ൻ്റെ ഒരു പാക്കറ്റും ബാക്കി ഒരു 100 ഗ്രാമിൻ്റെ പകുതിയും എടുത്തതാണ്. അങ്ങനെ 250 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ്, പക്ഷേ ഒരുപാട് മെൽട്ടായ ബട്ടർ എടുക്കരുത്. ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുഴി പോലെ ആവുന്ന ടൈപ്പ്, അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. 2 കപ്പ് ഇതിൽ 1.5 ടീസ്പൂൺ മൈദ മാറ്റിയാൽ 250 ഗ്രാം മൈദ നമുക്ക് അളന്നെടുക്കാൻ പറ്റും. കപ്പളവാകുമ്പോൾ 2 കപ്പ് അളന്നെടുക്കുക. അതിൽ 1.5 ടീസ്പൂൺ മൈദ മാറ്റിയെടുത്താൽ മതി. പിന്നെ കേക്ക് ടിന്നും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബട്ടർ തടവിയതിന് ശേഷം മൈദ തൂവിയിട്ടൊന്ന് തട്ടിയെടുത്തതാണ്. നമുക്ക് നമ്മുടെ ബട്ടർ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല ക്രീമി പരുവമാവുന്നവരെ നമുക്കിത് അടിച്ചെടുക്കണം. കുറച്ചൊരു തിക്കായിട്ടുള്ള ബട്ടറാകുമ്പോഴാണ് നല്ല കൺസിസ്റ്റൻസിയിലൊരു കേക്ക് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ഉള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് അടിച്ച് നന്നായിട്ട് ക്രീമി പരുവാകുമ്പോൾ നമുക്ക് പഞ്ചസാര 1-2 ബാച്ചസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ നമ്മളെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് അടിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം പഞ്ചസാര പൊടിച്ചത് കപ്പളവിൽ 1.5 കപ്പാണ് ഉണ്ടാവുക. ആദ്യം 1/2 കപ്പ് ചേർത്തു. ഇപ്പോൾ വീണ്ടും ബാക്കിയുള്ള 1 കപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഒന്നുകൂടെ ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വടിച്ച് നടുവിലേക്ക് ആക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കാം. ബട്ടറിൻ്റെ ഒക്കെ ഒരു മഞ്ഞ കളറൊക്കെ മാറി കുറച്ചൊരു വൈറ്റ് കളറിലേക്ക് വരുന്നവരെ നമുക്കിത് അടിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 5 മുട്ട ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുക്കണം. ഒരുമിച്ച് ചേർക്കരുത് മുട്ട. ഒന്നടിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം വീണ്ടും അടുത്തതിട്ട് കൊടുക്കുക. അങ്ങനെ 5 മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2ാമത്തെ മുട്ട ചേർത്തിട്ടുണ്ട്. വീണ്ടും മിക്സ് ചെയ്യാം. കേക്ക് ചെയ്യാൻ എഗ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ നമുക്ക് വയർ വിസ്ക് വെച്ചിട്ടും നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് പണിയുണ്ടാവുമെന്ന് മാത്രം. എഗ് ബീറ്റർ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. 4ാമത്തെ മുട്ടയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി 1 മുട്ട കൂടെ ഉള്ളൂ. അതും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നവരെ നമുക്ക് അടിച്ചെടുക്കണം. 2-3 സെക്കൻഡ് നിർത്താതെ അടിച്ചെടുക്കുക. ഇനി നമുക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്യാം. ലോ സ്പീഡിൽ മാത്രമേ മിക്സ് ചെയ്യാവൂ. സ്പീഡ് കൂട്ടി കൊടുക്കരുത്. അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചോ വയർ വിസ്ക് വെച്ചോ വളരെ സ്ലോലി മിക്സ് ചെയ്തെടുക്കുക. മൈദ ഇട്ടതിന് ശേഷം സ്പീഡ് കൂട്ടരുത്. ഏറ്റവും ലോ സ്പീഡിൽ മാത്രം മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ 2ാമത്തെ ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. മുഴുവൻ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. മൈദ സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് മിക്സ് ചെയ്യേണ്ടത്.
ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഓവൻ വേണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്യാം, എയർ ഫ്രയറിലും ഒക്കെ ചെയ്യാം. ഒരു 170 ഡിഗ്രിയിൽ 30 മിനിറ്റ് സമയമാണ്. എയർ ഫ്രയറിലായാലും ഓവനിലായാലും. സ്റ്റൗ ടോപ്പിലാകുമ്പോൾ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അത് സമയം ഓരോ ഫ്ലെയിമിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഒരു 30 മിനിറ്റ് സമയമൊക്കെ അതിനും വേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് മൈദ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള മിക്സാണ്. ഇതിൽ പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഈ സമയം തന്നെ 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യണം. 10 മിനിറ്റാണ് പ്രീ ഹീറ്റിംഗ് ടൈം. നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്താൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ 2 ട്രെയിലായിട്ടാണ് ചെയ്തത്. നിങ്ങൾ ഒരു ട്രെയിലാണെങ്കിൽ 8 ഇഞ്ചിൻ്റെ ഒരു ട്രെയിലോ അല്ലെങ്കിൽ 10 ഇഞ്ചിൻ്റെ ട്രെയിലോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ ട്രെയിലാവുമ്പോൾ ചിലപ്പം മേൽഭാഗം കുറച്ചൊരു വിള്ളൽ വരും. എൻ്റെ ചെറിയ ട്രെയിലുള്ളത് കുറച്ച് വിള്ളൽ വന്നിട്ടുണ്ട്. മറ്റത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. വിള്ളൽ വന്നാലും കുഴപ്പമൊന്നുമില്ല, ഇത് നോർമലാണ് വിള്ളൽ വരുന്നത്. പക്ഷെ നല്ല സോഫ്റ്റ് കേക്കാണ്. ഇങ്ങനെ അമർത്തിയാൽ ഇങ്ങനെ താഴ്ന്നു പോകുന്ന ടൈപ്പ് കേക്കല്ല ഇത്. കുറച്ച് ഡെൻസായിട്ടുള്ള ഒരു ഗീ കേക്കിൻ്റെ ഒക്കെ സ്ട്രക്ചറിലുള്ള കേക്കാണ്. നമുക്ക് പൊതി കേക്കായിട്ടൊക്കെ ബേക്കറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനത്തെ കേക്ക്. അപ്പം മുറിച്ചിട്ട് കാണിച്ചു തരാം. അതിൻ്റെ കൺസിസ്റ്റൻസി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഒരു 3 ദിവസം വരെയൊക്കെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും. കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിന്നെ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ബട്ടർ ഇട്ട കേക്ക് ആയതുകൊണ്ട് കുറച്ചൊന്ന് തിക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പുറത്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം കഴിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. 3 ദിവസം എന്തായാലും നിൽക്കും പുറത്ത്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക്സ് ഫോർ വാച്ചിങ്.